രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ചെങ്കോട്ടയും പരിസര പ്രദേശങ്ങളും ഭീകരവാദികളുടെ നിഴലിലാണെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ അതീവ ഗൗരവകരമാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനകൾ, പ്രത്യേകിച്ച് ലഷ്കർ ഇ തൊയ്ബ, ഇന്ത്യയിൽ അശാന്തി പടർത്താൻ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്നതായിട്ടാണ് സൂചനകൾ. അയൽരാജ്യങ്ങളിലെ ആഭ്യന്തര സംഘർഷങ്ങളുടെ പ്രതികാരം എന്നോണം ഇന്ത്യൻ മണ്ണിൽ സ്ഫോടനങ്ങൾ നടത്താനുള്ള നീക്കം സുരക്ഷാ ഏജൻസികളെ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ചരിത്ര സ്മാരകങ്ങളും ആരാധനാലയങ്ങളും ലക്ഷ്യമിട്ടുള്ള ഇത്തരം ഭീഷണികൾ നേരിടാൻ ഡൽഹി സുരക്ഷാ വലയം ശക്തമാക്കിയിരിക്കുകയാണ്. മുൻകാലങ്ങളിലെ കൈപ്പേറിയ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഓരോ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് രാജ്യം ഭീകരവാദത്തിനെതിരെ സജ്ജമായി നിലകൊള്ളുന്നു. രാജ്യത്തെ തലസ്ഥാനത്തെ ചെങ്കോട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഭീകരാക്രമണ ഭീഷണിയുണ്ടെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് ആരെയും ഞെട്ടിക്കുന്നത് കൂടിയാണ്. പാകിസ്ഥാൻ ഭീകര സംഘടനകളാണ് ഇതിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരം. ചാന്ദനി ചൗക്ക് പ്രദേശത്തെ ഒരു ക്ഷേത്രം തീവ്രവാദികൾ ലക്ഷ്യമിട്ടേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 6-ന് ഇസ്ലാമാബാദിലെ ഷിയ പള്ളിയിലുണ്ടായ സ്ഫോടനത്തിന് പ്രതികാരം ചെയ്യാനാണ് ഇന്ത്യയിൽ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വിവരം. അതിനാൽ മിക്ക സ്ഥലങ്ങളും സുരക്ഷാ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. കണക്കുകൾ പ്രകാരം ഇസ്ലാമാബാദിലെ ചാവേർ ബോംബ് പൊട്ടിത്തെറിച്ച് 31 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായത്. അതേസമയം കഴിഞ്ഞ വർഷം നവംബറിൽ നടന്ന ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ചെങ്കോട്ട സ്ഫോടന കേസിലെ പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി ഡൽഹി കോടതി നീട്ടിയിരുന്നു. മാർച്ച് 13 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരാനാണ് കോടതിയുടെ ഉത്തരവ്. കേസ് അന്വേഷണത്തിന് ഏജൻസി 90 ദിവസത്തെ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കോടതി 45 ദിവസമായി ചുരുക്കുകയായിരുന്നു. ദീർഘിപ്പിച്ച കാലയളവിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. ആരാണ് ലഷ്കർ ഇ തൊയ്ബ എന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ലഷ്കർ ഇ തൊയ്ബ. വലിയൊരു ഭീകര സംഘടന തന്നെയാണിത്. രാജ്യത്ത് നടക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലും മറ്റും ഇവരാണ്. ഇതിനോടകം അമേരിക്കയും ഇസ്രായേലും ഔദ്യോഗികമായി ഇവരെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2008 നവംബർ 26 മുതൽ 29 വരെ നീണ്ടുനിന്ന മുംബൈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനിൽ നിന്നുള്ള 10 അംഗ ലഷ്കർ ഇ തൊയ്ബ സംഘമായിരുന്നു. രാജ്യത്ത് നടക്കിയ ഭീകരാക്രമണത്തിൽ അന്ന് 166 പേർ മരിക്കുകയും 300ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് മുംബൈ, താജ് പാലസ് ആൻഡ് ടവർ, ലിയോപോൾഡ് കഫേ, കാമ ഹോസ്പിറ്റൽ, നരിമാൻ ഹൗസ്, മെട്രോ സിനിമ, ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷൻ, സൗത്ത് മുംബൈ, താജ് പാലസ് ആൻഡ് ടവർ, ലിയോപോൾഡ് കഫേ, കാമ ഹോസ്പിറ്റൽ, നരിമാൻ ഹൗസ്, മെട്രോ സിനിമ, ടൈംസ് ഓഫ് ഇന്ത്യ കെട്ടിടത്തിന്റെ പിൻവശം, സെന്റ് സേവിയേഴ്സ് കോളേജ് എന്നിവിടങ്ങളിലൊക്കെയാണ് അന്ന് ആക്രമണങ്ങൾ നടന്നത്. ലഷ്കർ ഇ തൊയ്ബയെ പോലുള്ള സംഘടനകൾ ഉയർത്തുന്ന വെല്ലുവിളികൾ വെറും ഒരു നഗരത്തിന്റെ മാത്രമല്ല, രാജ്യത്തിന്റെ സമാധാനത്തെ തന്നെയാണ് ബാധിക്കുന്നത്. ഭീകരവാദത്തിന് കൃത്യമായ അതിർത്തികളില്ല. വികസിത രാജ്യങ്ങളെന്നോ വികസ്വര രാജ്യങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ലോകത്തിന്റെ ഏത് കോണിലും ഇത് വലിയ ആഘാതം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. സ്വൈരമായി ജീവിക്കാനുള്ള മനുഷ്യന്റെ മൗലികാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഭീകരവാദം. ചെങ്കോട്ട പോലെയുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പുകളും ഗൗരവമായി എടുക്കേണ്ടതുണ്ട്. ഭീകരവാദത്തിന് അതിർത്തിയില്ലെന്ന ബോധ്യം ഓരോ പൗരനും ഉണ്ടാകണം. ഐക്യത്തോടെയും ജാഗ്രതയോടെയും നീങ്ങിയാൽ മാത്രമേ ഇത്തരം വിനാശകരമായ നീക്കങ്ങളിലെ മുളയിലേ നുള്ളാൻ സാധിക്കുകയുള്ളൂ.